Good morning. Welcome back to my video class. Question number 2. The numbers 1, 4, 8 on the clock faces are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock face? ഇപ്പോൾ ഫിഗറിൽ നമുക്ക് ക്ലോക്ക് തന്നിട്ടുണ്ട്. ആ ക്ലോക്കിലെ നമ്പേഴ്സ് ഇപ്പോൾ ക്ലോക്ക് എടുക്കാം. ക്ലോക്ക് വരച്ചതിന് ശേഷം 12, 6 മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. 12 ഡിവിഷൻസ് ആണുള്ളത്. ക്ലോക്കിൻ്റെ ഫേസ് നമുക്കറിയാം 12 നമ്പേഴ്സ് ആണ്, 12 ഡിവിഷൻസ് ഉണ്ടാവും. എന്നിട്ട് മാർക്ക് ചെയ്യുക 1, 2, 4, 5, 7, 8, 10, 11. ഇങ്ങനെ ക്ലോക്കിൻ്റെ ഒരു ഫേസ് തന്നിട്ടുണ്ട്. അതിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും മേക്ക് ചെയ്യുന്നത് 10 and 2ലാണ്. ക്ലോക്ക് 10ലും 2ലേക്കാണ് കാണിക്കുന്നത്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. 1, 4 and 8. ഈ നമ്പേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ ഈ ക്ലോക്കിൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഓരോ ആംഗിൾസിൻ്റെ പ്രത്യേകത. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒക്കെ കാണും. അപ്പോൾ ആംഗിൾസ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം അറിയാം, നിങ്ങൾ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്, സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആംഗിൾ മെയ്ഡ് അറ്റ് ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ആംഗിൾ കിട്ടിയ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ നമുക്ക് എത്രയെന്ന് പറയാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷെ നമുക്കറിയാം ക്ലോക്കിന് ടോട്ടൽ ഡിഗ്രി എത്രയായിരിക്കും എന്ന് പറഞ്ഞു നോക്കാം. ഒരു ക്ലോക്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360. അതായത് ഒരു പോയിന്റിന് ചുറ്റുണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഇവിടെ ഒരു പോയിന്റ് വെച്ച് പ്രൊട്രാക്റ്റിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360. ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ആണ്. ഇവിടെ എത്ര ഡിവിഷൻസ് ആണുള്ളത്? ക്ലോക്കിൽ 12 ഡിവിഷൻസ് ആണ്. അപ്പോൾ ഓരോ ഡിവിഷനും മേക്ക് ചെയ്യുന്ന ആംഗിൾ മെയ്ഡ് അറ്റ് 1 ഡിവിഷൻ, ആംഗിൾ മെയ്ഡ് അറ്റ് ദ 1 ഡിവിഷൻ എത്രയായിരിക്കും? ടോട്ടൽ 360 ആണ്. ഡിവൈഡഡ് ബൈ എത്ര ഡിവിഷൻസ് ആണുള്ളത്? 12 ഡിവിഷൻ. ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ 2 അഡ്ജസന്റ് നമ്പേഴ്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ ക്ലോക്ക് എത്രയായിരിക്കും? ആംഗിൾ എഴുതാം. ആംഗിൾ സബ്സ്റ്റൻഡഡ് by 2 adjacent number. Adjacent number at the center of the clock. Angle subtended by the 2 adjacent numbers at the center of clock. എത്രയാണ് നോക്കുക? 360 by 12 ഡിവിഷൻസ് ആണ്. അല്ലെങ്കിൽ 1 ഡിവിഷൻ എത്രയായിരിക്കും? ഡിവൈഡ് ചെയ്ത 36ൽ 12 3 ആണ്, 30 ഡിഗ്രി. അതായത് 2 അഡ്ജസന്റ് നമ്പേഴ്സ് 12ഉം 1ഉം അതിൻ്റെ ഇടയിൽ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കും. അപ്പോൾ അതായത് ഇവിടെ എത്ര ഡിവിഷനാണ്? 10ഉം 2ൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. എത്ര ഡിവിഷൻസ് ആണ് ഉള്ളത്? 10 ഇങ്ങോട്ട് 11ലേക്ക് 1 ഡിവിഷൻ, ഇവിടുന്ന് 1 ഡിവിഷൻ, ഇപ്പോൾ 2 ആയി, പിന്നെ 1 ഡിവിഷൻ 3 ആയി, 4 ഡിവിഷൻസ് ആണ് വന്നത്. അപ്പോൾ ഓരോ ഡിവിഷനിലും 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും എത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര ഡിജിറ്റിൻ്റെ ഇടയിലാണ്
എത്ര ഡിവിഷൻസ് ആണ് അവിടെ മേക്ക് ചെയ്യുന്നത്, എത്ര നമ്പേഴ്സ്. അതായത് 10 എന്ന ഹവർ ക്ലോക്കും 10ലേക്കുള്ള ഹവർ ഹാൻഡും 2ലേക്കുള്ള മിനിറ്റ് ഹാൻഡും മേക്ക് ചെയ്യുന്ന ഡിവിഷൻ 1, 2, 3, 4 ആണ്. അപ്പോൾ 4 ഡിവിഷനാണ്. 1 ഡിവിഷന്റെ വാല്യൂ നമുക്ക് അറിയാം 30 ഡിഗ്രിയാണ്. അപ്പോൾ 4 ഡിവിഷനാണ് അവിടെ എത്ര ഇരിക്കണം, 4 × 30 എത്ര ഡിഗ്രി ആയിരിക്കും, 120 ഡിഗ്രി. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിഗ്രി കാണും. അപ്പോൾ നമുക്ക് വേണ്ടത് ട്രയാങ്കിളിന്റെ ആംഗിളാണ്. അപ്പം ട്രയാങ്കിളിന്റെ ആംഗിൾ ആകുമ്പം അവർ ഹാൻഡ് നിങ്ങൾക്ക് ഈ ആംഗിള് കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ ABC എന്ന പോയിന്റ് ഇട്ടിട്ടുണ്ട് ട്രയാങ്കിൾ ABC ഇൻ ട്രയാങ്കിൾ ABC എന്ന് വിചാരിക്കാം. അതിൽ ആംഗിൾ A ആണ് കാണേണ്ടത്. A എന്ന ആംഗിൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ A ഏത് ആർക്കിൽ ഉണ്ടാക്കുന്ന, BC എന്ന ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. BC എന്ന മൈനർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പൊ ആ BC എന്നത് സെന്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആദ്യം നോട്ട് ചെയ്യാം. A എന്ന ആംഗിൾ 8ൽ ഉണ്ടാക്കുക, ആംഗിൾ അറ്റ് ദ 8 എന്നുള്ളത് കാണണമെങ്കിൽ അത് BC എന്ന ആർക്ക് നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. അപ്പോൾ BC എന്ന ആർക്ക് അത് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ കിട്ടിയാൽ നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കില് ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാം ഇതിന്റെ ഇടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട് നോക്കാം. 1 മുതൽ 4 വരെ, അതായത് ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ 2 നമ്പേഴ്സ് 1 and 4 അറ്റ് ദ സെന്റർ. അതായത് ആംഗിൾസ് സബ്സ്റ്റൻഡ് ചെയ്തത് സെന്ററിന്റെ ഉള്ളില് ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആണ്, 1 and 4 ഓൺ ദ ക്ലോക്ക്. അവിടെ സബ്സ്റ്റൻഡ് ചെയ്ത ആംഗിൾ കാണാൻ നിങ്ങൾ എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നോക്കാം. എത്ര ഡിവിഷൻസ് ആണ് ഇവിടെ ഉള്ളത്, 1, 2, 3. അപ്പൊ 3 ഡിവിഷൻസ് ആണ്. അപ്പൊ 3 × ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30 ആണ്. 3 × 30 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് വരും. ഇത് എഴുതി വെക്കാം. എ എന്ന ആംഗിൾ കാണാനാണ് ഉദ്ദേശിച്ചത്. എ എന്ന ആംഗിൾ കാണാൻ വേണ്ടി ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ 2 നമ്പർ 1 and 3, 1 and 4. ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ബിറ്റ്വീൻ 1 and 4 അറ്റ് ദ സെന്റർ ഓഫ് ദ ക്ലോക്ക്. ഈ 1 എന്ന നമ്പറും 4 എന്ന നമ്പറും സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാന്ന് പറഞ്ഞത്, എത്ര ഡിവിഷൻസ് ആണ് അവിടെ എണ്ണി നോക്കാം. 1, 2, 3 ആയതുകൊണ്ട് 3 × 30 90. ആംഗിൾ എ എന്തായിരിക്കും, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും 90. എത്ര വരാം, നിങ്ങൾക്ക് ഇതിന് പേരിടണമെങ്കിൽ എഴുതാം BOC എന്നൊക്കെ. എത്രയാ, 45 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ കിട്ടി 45. അതുപോലെ നമുക്ക് ബി കാണണം. ഈ ബി എന്ന ആംഗിൾ ഉണ്ടാക്കുന്നത് ഏത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, AC എന്ന ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഈ എയിൽ നിന്ന് സി വരെയുള്ള ആംഗിൾ സെന്ററിലേക്ക് ഉണ്ടാക്കിയാൽ ആ ആംഗിളിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ബി എന്ന്. അപ്പോൾ ബി കാണാൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, AOC കാണാം. AOC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതണം. ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ 2 നമ്പേഴ്സ് 8 and 1 at the center of a clock, അല്ലെങ്കിൽ ആംഗിൾ AOC. എത്രയായിരിക്കും AOC വരിക, എത്ര ഡിവിഷനാണ്, 1, 2, 3, 4, 5 ഡിവിഷൻസ് ആണ്. 5 × 30 150 ആണ് വരും. AOC കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് AOC ആണ്, ഹാഫ് ഓഫ് 150. ഹാഫ് ഓഫ് 150 എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രിയാണ്. ആംഗിൾ B കിട്ടി. ഇനി ആംഗിൾ C കാണാൻ സമ്മായ 180 തന്ന ആംഗിൾസ് മൈനസ് ചെയ്താലും മതി. ആംഗിൾ C കാണാൻ 180 75ഉം 45ഉം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 180 - 120
നിങ്ങൾക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ കിട്ടി. എല്ലാ സി കാണാനും നിങ്ങൾക്കറിയാം. സി എന്ന ആംഗിൾ കാണുകയാണെങ്കിൽ അപ്പോൾ സെൻട്രൽ ആംഗിൾ ഏതാണ്? എ ഒ ബി ആണ്. എ ഒ ബി എന്ന് പറഞ്ഞാൽ എ ഒ ബിന്റെ ഡിവിഷൻ 1, 2, 3, 4 ഡിവിഷൻ. 4 ഡിവിഷൻസ് ആകുമ്പോൾ 4 × 30. 4 × 30 120. Therefore angle C is half of AOB. 120 half 60 degree. ഇങ്ങനെ ചെയ്യാം, ഓറാക്കി ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് ചെയ്തത്? നമുക്കറിയാം ഒരു ക്ലോക്കിൻ്റെ ഫേസിൽ 12 ഡിവിഷൻസ് ആണ് ഉണ്ടാവുക. സിമ്പിളായിട്ട് പറയണേ. അപ്പം ഓരോ ഡിവിഷനും എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 12 30 ഡിഗ്രി ആയിരിക്കും. അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ്, അതായത് 1 ഡിവിഷൻ ഷോർട്ടാക്കി എഴുതിയാലും മതി. ആംഗിൾ മെയ്ഡ് ബൈ അഡ്ജസൻ്റ് നമ്പേഴ്സ് എന്നുള്ളത് 1 ഡിവിഷൻ. ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ 1 ഡിവിഷൻ 30 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ പേര് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് 1ഉം 4ഉം ആണ് എടുക്കുന്നത്. ആദ്യം ഞാൻ എ എന്ന ആംഗിളാണ് കാണുന്നത്. അതായത് ആംഗിൾ അറ്റ് 8. ഈ 8-ലുണ്ടാക്കിയ ആംഗിൾ കാണണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ആംഗിൾ നോക്കുക. സെൻറ്റർ ആംഗിൾ എത്ര ഡിവിഷനിലാണ് ഉണ്ടായത് നോക്കുക. 3 ഡിവിഷൻസ് ആണ്. 1ഉം 4നും ബിറ്റ്വീനായിട്ട് ഉണ്ടാക്കുന്ന സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എ. അപ്പോൾ 1നും 4നും ഇടയിൽ 1, 2, 3 ഡിവിഷൻസ് ആണ്. അവിടെ മേക്ക് ചെയ്യുന്ന സെൻറ്റർ ആംഗിൾ എത്രയാണ്? 3 × 30 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 90 ഹാഫ് ആയിരിക്കും 45. അപ്പോൾ 3 ഡിവിഷൻ ആണെങ്കിൽ 90 ഡിഗ്രിയാണ്. ഇപ്പോൾ 45. ഇവിടെ 5 ഡിവിഷൻ ആണെങ്കിൽ 150 വരും. 150ന്റെ ഹാഫ് 150ന്റെ ഹാഫ് എത്രയായിരിക്കും? ബി എന്ന ആംഗിൾ 75 ഡിഗ്രി ആയിരിക്കും. ഇനി തേർഡ് ആംഗിൾ കാണാൻ 2 ആംഗിൾസ് കിട്ടിയ തേർഡ് ആംഗിൾ 180 മൈനസ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ എത്ര ഡിവിഷനാണ് ഇവിടെ ഉള്ളത്? സി എന്ന ആംഗിൾ മേക്ക് ചെയ്യുന്ന എത്ര ഡിവിഷനാണ്? 1, 2, 3, 4 ആണ്. അപ്പോൾ 4 ഡിവിഷൻ ആണെങ്കിൽ 4 × 30 എത്ര വരും? 120 ആണ്. അപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ 4 ഡിവിഷൻ ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 4 ഡിവിഷൻ കിട്ടുമ്പോൾ 120 കിട്ടിയാൽ നമുക്ക് 60 ഡിഗ്രി കിട്ടും. അപ്പോൾ 60 ഡിഗ്രി കിട്ടണമെങ്കിൽ എത്ര ഡിവിഷൻ ആയിരിക്കണം? 4 ഡിവിഷൻസ് ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൗ മെനി ഇക്വലേറ്റർ ട്രയാങ്കിൾ ക്യാൻ ബി ഫോംഡ്, അല്ലെങ്കിൽ ക്യാൻ ബി മേക്ക് ബൈ ജോയിൻ ദ നമ്പർ ഓഫ് ദ ക്ലോക്ക് ഫേസ്. ഈ ക്ലോക്ക് ഫേസിൽ എത്ര ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചു നോക്കാം. ഒരു ക്ലോക്ക് ഫേസ് ആണ്. ഈ ക്ലോക്ക് ഫേസ് ഇക്വലേറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യണം. നമുക്കറിയാം ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 60 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ സെൻറ്റർ ആംഗിൾ എന്താ? 120 ആണ് വേണ്ടത്. 120 കിട്ടണമെങ്കിൽ എത്ര ഡിവിഷൻ വേണം? 4 ഡിവിഷൻസ് വേണം. അപ്പോൾ 4 ഡിവിഷൻസ് വിട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലോക്കിൻ്റെ സൂചി നമുക്ക് 12-ലാണെന്ന് വിചാരിക്കാം. 12-ൽ നിന്ന് 4 ഡിവിഷൻ കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 4-ലായിരിക്കും. 4 4 ഡിവിഷൻ 1, 2, 3, 4. അപ്പോൾ 8-ലായിരിക്കും. 1, 2, 3, 4. അങ്ങനെ 4 ഡിവിഷനിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 120 ഡിഗ്രി കിട്ടും. അപ്പോൾ ഒന്ന് നോക്കാം. ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. 2, 3, 4 ഡിവിഷൻ ആകുമ്പോൾ സെൻറ്റർ ആംഗിൾ 120. നമുക്ക് ഇങ്ങനെ സെൻറ്റർ ആംഗിൾ നോക്കുകയാണെങ്കിൽ 120 ഡിഗ്രി വരും. 120-ൽ ഓൾട്ടർനേറ്റ് ആംഗിൾ വെറും 60 ഡിഗ്രി ആവും. അപ്പോൾ 12, 4, 8 ഫസ്റ്റ് കേസ് കിട്ടി. 12, 4, 8. ഇനി നമുക്ക് ഇക്വലേറ്റർ ട്രയാങ്കിൾ 1 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 4 ഡിവിഷനാണ് 120 ഫോം ചെയ്യുക. അപ്പോൾ 4 ആഡ് ചെയ്താൽ മതി. 5, 9. നോക്കൂ, 1, 5, 9. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. ഇനി അടുത്തത് നമുക്ക് 2, 4 ഡിവിഷൻ ആണെങ്കിൽ 6, 4 ആണെങ്കിൽ 10. 2, 6, 10 ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്തു. അതുപോലെ 3, 11. 3 സ്റ്റാർട്ട് ചെയ്യാണ് 7-ലേക്ക്, 7, 11-ലേക്ക് ഇങ്ങനെ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇനി അടുത്തത് 4 എടുക്കുമ്പോൾ വീണ്ടും 4, 8, 12. ഇത് ഓൾറെഡി നിങ്ങൾ എടുത്തു.
അപ്പോൾ എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് നമുക്ക് ക്ലോക്കിൽ ഉണ്ടാക്കാൻ പറ്റുക? 4 ഇക്വലാറ്റർ ട്രയാങ്കിൾ. എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാം? 4 ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഈ ക്ലോക്ക് ഫേസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് സെൻറ്റർ ആംഗിൾ 60 ഡിഗ്രിയാണ് കിട്ടണമെങ്കിൽ എത്ര ഡിവിഷൻ മതി? 2 ഡിവിഷൻ മതി. ഇവിടെ നമ്മളോട് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് 4 ഡിവിഷൻ വേണം. 4 ഡിവിഷൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ സെൻറ്റർ ആംഗിൾ എത്ര കിട്ടും? 120 ഡിഗ്രി. 4 × 30 120 ഡിഗ്രി കിട്ടും. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾ 120ൻ്റെ ഹാഫ് എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ചെയ്യും. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 54ൽ പേജ് നമ്പർ 54ൽ 4th ക്വസ്റ്റ്യനാണ്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 54ൽ 4th ക്വസ്റ്റ്യനാണ് ഇനി ചെയ്യാനുള്ളത്. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എ റോഡ് ബെൻഡ്, റോഡാണ് ബെൻഡ് ചെയ്തിട്ടുണ്ട് ഇൻ ടു എ ആംഗിൾ ഈസ് പ്ലേസ്ഡ് ഇറ്റ്സ് കോർണർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അങ്ങനെ റോഡ് എടുത്ത് ബെൻഡ് ചെയ്തിട്ട് ആ കോർണർ എവിടെയാണ് വെക്കുന്നത്? സർക്കിളിൻ്റെ സെൻറ്ററിലാണ് വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ്, അത് നോക്കിയപ്പോൾ എത്ര കിട്ടി? 1/10 പാർട്ട് ഓഫ് ദ സർക്കിളാണ്. അത് നമുക്ക് കിട്ടിയത് സർക്കിളിൻ്റെ 1/10 ആണ്. വിത്തിൻ ഇറ്റ്, ഇഫ് ഇറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ് സെൻറ്റർ ഓൺ ദ അനദർ സർക്കിൾ, അതുപോലെ വേറൊരു സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കുകയാണ്. സർക്കിളിൽ വെച്ചപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചപ്പോൾ 1/10 ആണ്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യുക? അനദർ സർക്കിളിൽ എവിടെയാണ് വെച്ച കോർണർ? പ്ലേസ്ഡ് ഓൺ ഇറ്റ്സ്, സർക്കിളിൻ്റെ മുകളിലാണ് വെച്ചത്. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ വുഡ് ബി വിത്തിൻ, അതിൽ എത്ര ട്രയാങ്കിൾ? അത് വിത്തിൻ ഇറ്റ്. എന്താ ചെയ്ത്? ക്വസ്റ്റ്യൻ ആണ്. എ റോഡ് ബെൻഡ് ടു എ ആംഗിൾ പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് കോർണർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ and it is found that 1/10 part of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സർക്കിളാണ്. ഈ സർക്കിൾ സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചു. വേറൊരു സർക്കിളിൽ ആ റോഡ് എടുത്തിട്ട് ഇതിൽ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കാം. സർക്കിളിൻ്റെ സൈസ് കൂടാം കുറയാം ഒക്കെ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റോഡാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു അയൺ റോഡാണ് ചോദിച്ചത്. ഈ അയൺ റോഡ് ബെൻഡ് ചെയ്തപ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്തു. ആ ആംഗിൾ എന്ത് ചെയ്യാണ്? സെൻറ്ററിലാണ് കൊണ്ടുവച്ചത്. അപ്പം ഞാൻ സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്? ആംഗിൾ എത്ര എന്നാ പറഞ്ഞത്? 1/10 പാർട്ട്, അതായത് ഈ സർക്കിളിനെ 10ൽ ഒരു പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇത് 10 കഷ്ണാക്കിയതിൽ ഒരു കഷ്ണമാണെന്ന് വിചാരിക്കുക, ഒരു പാർട്ടാണെന്ന് വിചാരിക്കുക. അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ സുഖമാണ്. ആംഗിൾ അറൗണ്ട് പോയിന്റ് 360 ആയതുകൊണ്ട് ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ അറ്റ് ദ സെൻറ്റർ, ആംഗിൾ അറ്റ് ദ സെൻറ്റർ എത്രയായിരിക്കും? ആംഗിൾ അറ്റ് ദ സെൻറ്റർ 1/10 പാർട്ടാണ് അല്ലേ? വിൽ സബ്സ്റ്റൻഡ് ചെയ്ത് ആംഗിൾ അറ്റ് ദ സെൻറ്റർ സബ്സ്റ്റൻഡ് 1/10 പാർട്ടാണ്. 1/10 വിൽ ബി സബ്സ്റ്റൻഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ 360 ഡിഗ്രി ക്യാൻസൽ ചെയ്ത 0 ക്യാൻസൽ ചെയ്ത് 36 ഡിഗ്രിയാണ്. ഈ സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ 36 ആണ്. ഈ 36 ആയിട്ടുള്ള ഈ ആംഗിൾ കൊണ്ടുപോയി വേറൊരു സർക്കിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? വെച്ചു. എത്ര ഡിഗ്രിയാണ്? 36 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പാർട്ട്? ഈ സർക്കിളിൻ്റെ എത്ര പാർട്ടായിരിക്കും? ഇത് 10ൽ ഒരു ഭാഗമാണ് ഇവിടെ ഉണ്ടാക്കിയത്. 10ൽ 1 പാർട്ട് ഉണ്ടാക്കി. ഇവിടെ എത്ര ഈ പാർട്ടാക്കിയതിൽ ഭാഗമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാർട്ട് കാണാൻ ആംഗിൾ തന്നിട്ടുണ്ട്. പാർട്ട് കാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? സെൻറ്റർ ആംഗിൾ എല്ലാം അറിയുള്ളൂ.
അപ്പോൾ സെൻറ്റർ ആംഗിൾ കണ്ടു. ഇത് സെൻറ്റർ കൂടിയാണെങ്കിൽ ഈ സെൻറ്റർ അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ 36 ആണെങ്കിൽ ഈ സെൻറ്റർ ആംഗിൾ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. 72 ആണ്. ഈ 72 360 എത്ര പാർട്ടായിട്ടാണ് നോക്കുക. 360 ആണ് ടോട്ടൽ. അതിൽ എത്ര ആംഗിൾ കിട്ടി? 72 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ 72 36 2/10 ആണ്. അല്ലെങ്കിൽ 72 2/10 ആണ്. ക്യാൻസൽ ചെയ്ത് 1/5 എടുക്കാം. അല്ലെങ്കിൽ 72 360 1/5. അപ്പം എത്ര പാർട്ടായിട്ടാണ് മാറുക? 1/5 പാർട്ടായിട്ടാണ് മാറുക. ഓക്കെ. ആ ചാപ്റ്ററിലെ 54-ലെ 8th ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ 8th ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാണ്. ഇൻ ദ പിക്ചർ ABCD ആർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റ്സ് ആണ്? ABCD. അങ്ങനെ 4 പോയിന്റ്സ് സർക്കിളിലാണ് പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ അറ്റ് O. സർക്കിളിന്റെ സെൻറ്റർ എന്താ പറയുന്നത്? O ആണ്. സെൻറ്റർ O ആണ്. 4 പോയിന്റ്സ് ഉണ്ട്. ABCD. ദ ലൈൻസ് AC. ഒരു ലൈൻ AC ആൻഡ് BD are extend to meet at P. നമുക്ക് AC എന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി അടുത്ത ലൈൻ ഏതാ പറഞ്ഞത്? BD ആണ്. BD എന്ന ലൈനും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ മീറ്റ് അറ്റ് P എന്ന് പറഞ്ഞിട്ടുണ്ട്. P എന്ന പോയിന്റിലാണ് മീറ്റ് ചെയ്തത്. 2 ലൈൻസ് AC എന്ന ലൈനും BD എന്ന ലൈനും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ P എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ഓക്കെ. ദ ലൈൻ AD ആൻഡ് BC. ഒരു AD എന്ന ലൈനും BC എന്ന ലൈനും എന്താ ചെയ്യേണ്ടത്? ഇന്റർസെക്ട് അറ്റ് Q. Q എന്ന പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. Q എന്ന പോയിന്റിൽ ഇന്റർസെക്ട്. ഇനി പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് ദ ആംഗിൾ വിച്ച് ദ സ്മോളർ ആർക്ക്. സ്മോളർ ആയിട്ടൊരു ആർക്ക് ഉണ്ട്. AB എന്നത് ഒരു ചെറിയ ആർക്കാണ്. സ്മോളർ ആർക്ക്. സ്മോൾ ആർക്ക് AB മേക്സ് അറ്റ് O. ഈ O എന്ന പോയിന്റിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. മേക്ക് അറ്റ് O ഈസ് ദ സം ഓഫ്. ആ ആംഗിൾ സം ഓഫ് ഏതൊക്കെയാ പറഞ്ഞത്? ആംഗിൾ മേക്ക് അറ്റ് P and Q. ഈ Pയിലും Qയിലും ഉണ്ടാക്കിയ ആംഗിളിന് ഈക്വൽ ആണെന്ന് കാണിക്കും. Pയിലും Qയിലും ഉണ്ടാക്കിയ ആംഗിൾ ആണെന്ന് കാണിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് 3 ആംഗിൾസും കൺസിഡർ ചെയ്യാം. ഇത് എക്സ് ആണെന്ന് വിചാരിക്കാം. ആംഗിൾ AOB എക്സ് ആക്കി എടുത്തു. ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് AQB APD ആംഗിൾ APB വൈയും ആംഗിൾ AQB സെറ്റും എന്ന് 3 ലെറ്റേഴ്സ് കൺസിഡർ ചെയ്യും. എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സെൻറ്റർ ആംഗിളായ എക്സ് എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. Y പ്ലസ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയുന്ന ആകെ ഈ ചാപ്റ്ററിൽ പഠിച്ചൊരു പോയിന്റാണ് സെൻറ്റർ ആംഗിൾ തന്നാൽ ഒരാർക്ക് മേക്ക് അറ്റ് ദ സെൻറ്റർ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് angle made at the alternate arc is half of the center angle. X ആയതുകൊണ്ട് നമുക്കിതിനെ AOB എന്നതിന് ABയിൽ നിന്ന് വരച്ച ഓൾട്ടർനേറ്റ് ആംഗിൾ X/2 ഒരാംഗിൾ. അതുപോലെ ABന്ന് വേറൊരു ആംഗിളും വരച്ചിട്ടുണ്ട് സർക്കിളിലേക്ക്. അതും X/2 ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി ACBയും ADBയും X/2 ആണ്. റീസൺ എഴുതിയിരിക്കാം. എന്താ റീസൺ? ആംഗിൾ മെയ്ഡ് അറ്റ് ദ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈസ് ഹാഫ് ഓഫ് ദ സെൻറ്റർ ആംഗിൾ ആണ് സ്റ്റേറ്റ്മെന്റ് എഴുതി.
angle made at the alternate angle is half of the center. അങ്ങനെ നമുക്ക് എക്സ് ബൈ ടു എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിക്കാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം ഇത് സെറ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സെറ്റായി. കാരണം ഇവിടെ ലെറ്റർ ക്യൂ അല്ലേ, എ ക്യൂ ബി സെറ്റ് ആണെങ്കിൽ സി ക്യൂ ഡിയും സെറ്റിന് സ്മോൾ ലെറ്റർ ആണ് സെറ്റിന്. കാരണം എന്താ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണ്. ഈ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ. ഇനി നമുക്ക് ഇവിടെ എക്സ് ബൈ ടു ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം സെന്ററിൽ എക്സ് ആയതുകൊണ്ട് എക്സ് ബൈ ടു, സെറ്റ് ആയതുകൊണ്ട് സെറ്റ് കിട്ടും. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ക്വാഡ്രാറ്റിന്റെ സമ്മ എന്താണെന്ന് അറിയാം, 360 ആണെന്ന് അറിയാം. അതിൽ ഒരു ആംഗിൾ ഇവിടെ കിട്ടി. ഇനി ഈ രണ്ട് ആംഗിളും കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ, നാലാമത്തെ ആംഗിളും കിട്ടിയാൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് നമുക്കറിയാം വൈ ആണ്, ഇത് സെറ്റാണ്. ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പി സി ക്യു എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ബൈ ടു ആണ്. റീസൺ എന്താ? ലീനിയർ. ഇവിടെ ലീനിയർ പെയർ ആയതുകൊണ്ട് ആണ്. സെയിം മേന ഇവിടെ നമുക്ക് എഴുതാം. ഏതാണ് ആംഗിൾ? പി ഡി ക്യു 180 മൈനസ് എക്സ് ബൈ ടു. ഇത് രണ്ടും കൂടെ ലീനിയർ ആണ്. ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഒരു ആംഗിൾ കിട്ടിയ രണ്ടാമത്തെ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ചെയ്താൽ. അങ്ങനെ നമുക്ക് 4 ആംഗിളും കിട്ടിയാൽ ആഡ് ചെയ്യും. ഒന്ന് വൈ, പിന്നെ സെറ്റ്, ഒരു ആംഗിൾ 180 മൈനസ് എക്സ് ബൈ ടു, 180 മൈനസ് എക്സ് ബൈ ടു ഈക്വൽ ടു 360 ആണ്. സം ഓഫ് ക്വാഡ്രാറ്റിൽ. സം ഓഫ് ആംഗിൾ ഓഫ് എ ക്വാഡ്രാറ്റിൽ ഈസ് 360 ആണ്. അപ്പോൾ ഫസ്റ്റ് ആംഗിളായി സെക്കൻഡ്, തേർഡും ഫോർത്തും ആഡ് ചെയ്യും. ഈ വൈ പ്ലസ് സെറ്റ് അവിടെ തന്നെ വെക്കാം. 180 കൂടെ ആഡ് ചെയ്താൽ 360 ആണ്. എക്സ് ബൈ ടു കൂടെ ആഡ് ചെയ്താൽ എന്താ? മൈനസ് എക്സ് ബൈ ടു, ഹാഫും കൂടെ ആഡ് ചെയ്താൽ 1 അല്ലേ? അപ്പം മൈനസ് എക്സ്. ഈ 360 അങ്ങോട്ട് പോയാൽ 360 പോകും. പിന്നെ ഏതേ ഉള്ളൂ? വൈ പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് എക്സ്. അപ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ പ്ലസ്. എക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ആംഗിൾ ആണ്. വൈ എന്ന് പറഞ്ഞാൽ മേക്ക് അറ്റ് പി ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് അറ്റ് ക്യൂ ആണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ എ പി പി പ്ലസ് ആംഗിൾ എ ക്യൂ ബി. സം ഓഫ് എക്സ് center angle is equal to sum of two angles make at the intersecting points P and Q. ക്ലിയർ ആയില്ലേ? അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ സെൻറ്റർ ആംഗിൾ നമ്മുടെ ഇന്റർസെക്ട് ചെയ്ത ഈ രണ്ട് ആംഗിളുടെയും സമ്മാണ് കാണിക്കാൻ വേണ്ടി അത് എക്സും വൈയും സെറ്റ് കൊടുത്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് സെറ്റ് എന്ന് എടുക്കാം, കണ്ടുപിടിക്കാം. അതിന് വേണ്ടി സെൻറ്റർ ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ എക്സ് ബൈ ടു ആവും. ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് ബൈ ടു ആവും. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾ ഹാഫ് ഓഫ് ദ സെൻറ്റർ ആംഗിളാണ്. ഇത് സെറ്റ് ആയതുകൊണ്ട് ഇവിടെ തന്നെ സെറ്റ് എഴുതാം, വെർട്ടിക്കൽ ആംഗിൾ. പിന്നെ നമുക്കറിയാവുന്ന കാര്യം, ക്വാഡ്രാറ്റിൻ്റെ സമ്മ് കാണാൻ 4 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 360 ആണ്. അപ്പോൾ സെറ്റ് 180 മൈനസ് എക്സ് ബൈ ടു, 180 മൈനസ് എക്സ് ബൈ ടു, വൈ. അതിൽ വൈ പ്ലസ് സെറ്റ് എഴുതി 180 കൂടെ 360 എന്ന് എഴുതി. എക്സ് ബൈ ടു കൂടെ ഹാഫും കൂടെ ആഡ് ചെയ്താൽ എക്സ് ആണ് വരിക. അപ്പോൾ മൈനസ് എക്സ് ആണ്, അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് എക്സ്.